നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എമിറേറ്റ്സിൻ്റെ ബിസിനസ് ക്ലാസ്സാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റി, പൂർണ്ണമായിട്ടും തെറ്റി. ഇത് ടൊയോട്ട വെൽഫെയർ ആണ്. ടൊയോട്ട വെൽഫെയറിൻ്റെ ഏറ്റവും പുതിയ മോഡലിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. രണ്ട് വേരിയൻ്റാണ് ടൊയോട്ട വെൽഫെയറിന് ഇപ്പോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായ VIP എക്സിക്യൂട്ടീവ് ലോഞ്ചിൻ്റെ ഉൾഭാഗത്താണ് ഇരിക്കുന്നത്. അങ്ങനെ VIP എക്സിക്യൂട്ടീവ് ലോഞ്ചിൻ്റെ ഉള്ളിൽ നിന്നും സുന്ദരനായ ബൈജു നിരന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഒന്ന് ക്യാമറ മാറ്റി പിടിക്കാമോ? അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് ട്രൂലി എക്സിക്യൂട്ടീവ് ലോഞ്ചാണ് എന്നുള്ള കാര്യമാണ്. എത്ര കണ്ടാലും എത്ര ഇരുന്നാലും മതി വരാത്ത ഒരു ഗംഭീര വാഹനം. അതാണ് ഏറ്റവും പുതിയ ടൊയോട്ട വെൽഫെയർ. ഇപ്പോൾ ഏറ്റവും പുതിയ വെൽഫെയർ വന്നപ്പോൾ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ധാരാളം മാറ്റങ്ങളുണ്ട്. തന്നെയല്ല, ആഡംബരം അല്ലെങ്കിൽ ലക്ഷറി എന്ന് പറയുന്നത് അങ്ങേ അറ്റമാക്കി മാറ്റിയിട്ടുണ്ട്. മുൻഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു വാഹനമാണ് ഇത് എന്നുള്ള കാര്യം. ഇത്രയും വലിയ ഗ്രില്ല് ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ബസ്സിന് പോലും കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും വലിയൊരു ഗ്രില്ല് ഇത്രയും വലുതാണെങ്കിൽ ഉൾഭാഗം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. അത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. നമുക്കിപ്പോൾ ലക്ഷറി അല്ലെങ്കിൽ ആഡംബരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് തീർച്ചയായിട്ടും ബെൻസ്, ഓഡി അല്ലെങ്കിൽ BMW തുടങ്ങിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ലെക്സസ് അല്ലെങ്കിൽ ടൊയോട്ടയുടെ വെൽഫെയർ തുടങ്ങിയ വാഹനങ്ങളുടെ ഉൾഭാഗവും ഒട്ടും മോശമല്ല. തന്നെയുമല്ല, 2003 തൊട്ട് ഒന്നാന്തരം ഹൈബ്രിഡ് എഞ്ചിനോട് കൂടിയൊരു മോഡൽ കൂടിയാണിത്. ഈ വാഹനം കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ആദരവ് തോന്നും, അല്ലേ? ആദരവ് തോന്നുന്ന രീതിയിലുള്ള രൂപഭാവങ്ങളാണ് ഈ വാഹനത്തിനുള്ളത്. അങ്ങനെ രാവിലെ തൊഴുത് കണ്ടത് നമസ്തേ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വാഹനത്തെ സ്വീകരിച്ചത്. അങ്ങനെ ആര് കണ്ടാലും നമസ്തേ പറഞ്ഞ് തൊഴുതു പോകുന്ന ഏറ്റവും പുതിയ ടൊയോട്ട വെൽഫെയർ ആണ് ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ബൈജു നായർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വലിയ മൾട്ടി പർപ്പസ് വാഹനങ്ങളിൽ ഒന്നാണ് ടൊയോട്ട വെൽഫെയർ. വെൽഫെയറിന് ഒരു സഹോദരൻ കൂടിയുണ്ട്. അതിൻ്റെ പേര് അൽഫാഡ് എന്നാണ്. അൽഫാഡായിരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഗൾഫിലൊക്കെ എത്തുമ്പോൾ കാര്യമായ രീതിയിൽ കാണുന്നത്. പക്ഷേ രണ്ടും ഏകദേശം ഒരേ വാഹനങ്ങളാണ്. അൽഫാഡിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ലക്ഷറിയസ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഗ്രില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ചില മാറ്റങ്ങൾ അൽഫാഡിൻ്റെ കാര്യത്തിലുണ്ട്. ഇന്ത്യയിൽ ഏതായാലും അൽഫാഡ് വന്നിട്ടില്ല. അൽഫാഡ് വേണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാമെന്നല്ലാതെ ഇവിടെ നമുക്ക് ഷോറൂമിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നത് വെൽഫെയർ ആണ്. എന്താണ് വെൽഫെയർ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ വെൽവെറ്റ് പിന്നെ ഫയർ, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് വെൽഫെയർ വന്നിരിക്കുന്നത്. അതായത് വെൽവെറ്റ് എന്ന് പറയുന്നത് ഇൻറ്റീരിയറിൻ്റെ ഇതിൻ്റെ കംഫർട്ടിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഫയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഗംഭീരമായ ഹൈബ്രിഡ് ടെക്നോളജിയോട് കൂടിയ എഞ്ചിനാണ്. 2003 തൊട്ട് തന്നെ ഈ ഒരു ഹൈബ്രിഡ് എഞ്ചിൻ നിലവിലുണ്ടെന്ന് പറയുമ്പോൾ ടൊയോട്ട എത്ര പണ്ടേ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഭാവി എന്തായിരിക്കും ലോകത്തെ വാഹനങ്ങളുടെ എന്ന് മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ വാഹനത്തിൻ്റെ ഈ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ലോകത്തൊരു വാഹനത്തിനില്ല. കണ്ടില്ലേ നിൽക്കുന്നത്? എന്താണ് ഹൈറ്റ് എന്ന് കണ്ടോ? എന്തൊരു പിൻഭാഗമാണെന്ന് കണ്ടോ? ശരിക്കും ഒരു ബസ്, പക്ക ബോക്സി രൂപമാണ്. പക്ഷേ ബോക്സി രൂപത്തിൻ്റെ ഭംഗിയും പ്രൗഢിയും നമുക്ക് തീർച്ചയായിട്ടും വെൽഫെയറിൽ കണ്ടെത്താം. അപ്പോൾ അൽഫാഡും വെൽഫെയറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വശക്കാഴ്ചയിലൊക്കെ ഏകദേശം ഒരുപോലെയാണെങ്കിലും മുൻഭാഗം പിൻഭാഗമൊക്കെയാണ് പ്രധാനമായിട്ടും മാറ്റം സംഭവിച്ചിരിക്കുന്നത്. വെൽഫെയർ ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ സൂപ്പർ താരങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട വാഹനമാണ്. അതിൻ്റെ കാരണം ഇതിൻ്റെ ഇൻറ്റീരിയർ കംഫർട്ടാണ്. കംഫർട്ടെന്ന് പറഞ്ഞാൽ മറ്റ് ഒരു വാഹനത്തിലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കംഫർട്ടാണ്. എന്ന് തന്നെയല്ല, ഈ വാഹനത്തിന് ഇപ്പോൾ ഒരു എതിരാളി ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒരു എതിരാളി ഉണ്ടായിരുന്നത് ബെൻസിൻ്റെ V ക്ലാസ് ആണ്. V ക്ലാസ് പക്ഷേ ഇപ്പോൾ പ്രൊഡക്ഷൻ നിർത്തിയതുകൊണ്ട് അങ്ങനെ ഒരു എതിരാളി പോലുമില്ല. വേണമെങ്കിൽ പിന്നെ നമുക്ക് എതിരാളിയായിട്ട് പറയാവുന്നത് കിയയുടെ കാർണിവലാണ്. പക്ഷേ കാർണിവലിന് ഈ ഒരു വാഹനത്തിന് ലക്ഷറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. പക്ഷേ അതിന് വില ഇതിനേക്കാളൊക്കെ വളരെ കുറവാണെന്നുള്ള മറ്റൊരു കാര്യം. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ വില പറയുകയാണെങ്കിൽ 1.2 crores ആണ് ഇതിൻ്റെ എൻട്രി ലെവൽ വേരിയൻ്റെ വില. എൻട്രി ലെവൽ എന്നൊന്നും പറയാനില്ല കേട്ടോ, അതിലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിലാകെയുള്ള വ്യത്യാസം ഇതിൽ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ മോഡലായ ഈ VIP, മറ്റേത് ഹൈ, ഇത് VIP. ഈ VIPയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതൊരു 6 സീറ്റർ ആണെന്നുള്ള കാര്യമാണ്. നടുവിൽ നമ്മൾ കണ്ടതുപോലെ ക്യാപ്റ്റൻ സീറ്റുകളാണ്. അത് പൂർണ്ണമായിട്ട് സ്ലാൻഡ് ചെയ്ത് സുഖമായിട്ട് കിടന്നുറങ്ങി പോകാവുന്ന അത്രയും ഗംഭീരമായ ഒരു വാഹനമാണ്. തന്നെയല്ല, ഇപ്പോൾ പുതിയ വാഹനം വന്നപ്പോൾ ഇതിൽ ആംബിയൻ ലൈറ്റും അതുപോലെ തന്നെ സൈഡിൽ കർട്ടൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ട്രൂലി എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന് വിളിക്കാവുന്ന ഒരു വാഹനമാണിത്. ഇപ്പോൾ 2003 ഇത് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട്. അതിനുശേഷം 4th ജനറേഷനിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ അൽഫാഡാണ് ഇതിനൊക്കെ കൂടുതൽ വിൽക്കുന്ന ഒരു മോഡൽ എന്നുള്ള മറ്റൊരു സത്യം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജപ്പാനിൽ വർഷത്തിൽ ഒരു 60,000 അൽഫാഡ് വിൽക്കുന്നുണ്ടെങ്കിൽ 15,000-ഓളമാണ് വെൽഫെയർ വിൽക്കുന്നത്. പക്ഷേ
ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് മറ്റ് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ കുറേ കൂടിയൊക്കെ വെൽഫെയർ വിറ്റ് പോകുന്നുണ്ട്. എന്തായാലും ഈ ഒരു വില എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് സൂപ്പർ താരങ്ങളും ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ വരുന്ന ആളുകളുമെല്ലാം ഈ വാഹനം വാങ്ങിക്കുന്നത്, സുഖമായിട്ട് പിൻഭാഗത്ത് മലർന്നു കിടന്ന് യാത്ര ചെയ്യുന്നത്. എന്തായാലും നമുക്കിനി വാഹനത്തിൽ നിന്ന് അടുത്ത് കാണുകയാണ് വേണ്ടത്. ബോക്സ് രൂപമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പുതിയ മോഡൽ വന്നപ്പോഴും പുതിയ മോഡലിലെ പ്രധാനപ്പെട്ട മാറ്റം ദാ ഈ കാണുന്ന വമ്പൻ ഗ്രില്ലാണ്. രസകരമാണ് ഗ്രില്ലിൻ്റെ രീതി. തന്നെയുമല്ല, ഇത് നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ സൈഡ് വ്യൂ മിറേഴ്സിൽ ഈ വാഹനത്തിൻ്റെ മുൻഭാഗം കാണുമ്പോൾ തന്നെ ചേട്ടാ മാറ്റി തന്നേക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി തന്നു പോകും. ആ രീതിയിൽ ഇതിൻ്റെ ഒരു റോഡ് പ്രസൻസ് ഉണ്ട്. സുരേഷ് ഗോപിയൊക്കെ നടന്നു വരുന്ന പോലെ തോന്നും ഈ വാഹനം വരുന്നത് കാണുമ്പോൾ. അപ്പോൾ ഗ്രില്ല് പറയുമ്പോൾ ഇതിൽ ക്രോം ഫിനിഷ് ഉണ്ട്. ബ്രഷ്ഡ് ക്രോമിയത്തിൻ്റെ ഫിനിഷാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗങ്ങളുണ്ട്. സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് രസകരമായ ഒരു ഡിസൈനാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഹെഡ് ലാമ്പിൻ്റെ കാര്യത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പഴയ ഹെഡ് ലാമ്പിൽ നിന്നും വിഭിന്നമാണ്. അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ വ്യത്യാസമുണ്ട്. LED പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡയറക്റ്റ് റണ്ണിങ് ലാമ്പാണ് ഇവിടെ കാണാവുന്നത്. താഴെയായിട്ട് കാണുന്ന ഈ ഭാഗം പൂർണ്ണമായും രസകരമായ രീതിയിലുള്ള ഒരു എലമെൻറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെയായിട്ടാണ് ഫോഗ് ലാമ്പ്, വളരെ ചെറിയ ഫോഗ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഫോഗ് ലാമ്പ് വളരെ ഷാർപ്പുമാണ്. ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം, അതിൻ്റെ താഴെയായിട്ടൊരു ലോവർ ലിപ്പ് പോലെ സ്റ്റീൽ ഫിനിഷുള്ള ഭാഗവും. ഇത്രയുമാണ് നമുക്ക് മുൻഭാഗത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത്. വളരെ ചെറിയ ബോണറ്റാണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം സ്പേസ് ഇൻറ്റീരിയറിൽ കിട്ടുന്ന രീതിയിലുള്ള ജാപ്പനീസ് ഒരു രീതിയാണത്. അത് തന്നെയാണ് നമുക്കിപ്പോൾ ഈ വാഹനത്തിൽ കാണാവുന്നത്. ഇവിടെയൊക്കെ ചെറിയ പവർ ബൾജുകളൊക്കെ കാണാം. അതുപോലെ ഈ ഭാഗത്താണെങ്കിലും കട്ടുകളും ക്രീസുകളും ഒക്കെ രസകരമാണ്. എങ്കിൽ പോലും മൊത്തത്തിൽ ബോക്സി രൂപമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് ശ്യാമ? ഈ സൈഡാണോ ആ സൈഡാണോ? ഈ സൈഡിലേക്ക് അല്ലേ? ഓക്കെ. അപ്പോൾ വശക്കാഴ്ചയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു വലിയ സംഭവമാണിത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതായത് ഗ്ലാസ് ഏരിയ കാര്യമായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മെറ്റൽ ഷീറ്റാണ് കൂടുതലായിട്ട് കാണുന്നത്. സാധാരണഗതിയിൽ ഏതൊരു വാഹനത്തിൽ ഇത്രയധികം മെറ്റൽ ഷീറ്റ് കാണുമ്പോൾ മഹാവൃത്തികേടായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. അതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ഒരു ലക്ഷറി ഫീൽ കൊണ്ടായിരിക്കാം നമുക്ക് വാഹനത്തോട് സ്നേഹം തോന്നുകയാണ് ചെയ്യുക ഇത്രയും വലിയ മെറ്റൽ ഷീറ്റിൻ്റെ ഭാഗം കാണുമ്പോൾ. എന്തായാലും ഇത്രയും വലിയ ഒരു കോർണർ ഗ്ലാസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ കുറഞ്ഞ 10-30 വർഷം നീണ്ട എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത്രയും വിശാലമായ കോർണർ ഗ്ലാസ്സാണ് ഈ കാണുന്നത്. അതുപോലെ അലോയ് വീലിൽ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. 19 ഇഞ്ചാണ് അലോയ് വീല്. അതിൻ്റെ രൂപത്തിൽ പുതിയ മോഡൽ വന്നപ്പോൾ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന ബാഡ്ജിങ് ഇത് ഹൈബ്രിഡ് വാഹനമാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു മെറ്റൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കാര്യമായ രീതിയിൽ കട്ടുകളും മറ്റുമൊക്കെ കൊടുത്താൽ വൃത്തിയിടുന്ന കുറയ്ക്കാറുണ്ട്. ഇതൊന്നുമില്ല. മേൽഭാഗത്ത് മാത്രമാണ് നമുക്കൊരു ചെറിയൊരു ബൾജ് പോലെ കാണുന്നത്. ബാക്കിയെല്ലാം അതേപോലെ വിശാലമായിട്ട് വിട്ടിരിക്കുകയാണ്. പന്ത് കളിക്കാൻ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ പോലെയാണ് സൈഡിലെ ഒരു മെറ്റൽ ഷീറ്റിൻ്റെ അവസ്ഥ. ഇവിടെ രസകരമായ ഒരു എലമെൻ്റ് ഉണ്ട്. അത് വെൽഫെയർ എന്ന് എഴുതിയിരിക്കുന്നതാണ്. ആ ഒരു ലോഗോയും ഉണ്ട് വെൽഫെയറിന്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റീൽ ഫിനിഷുള്ള ഭാഗവും വളരെ ഭംഗിയായിട്ടുണ്ട്. ABC പില്ലറെല്ലാം തന്നെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അത് ഭംഗിയായിട്ടുണ്ട്. അതുപോലെ വളരെ വിശാലമായ ഗ്ലാസ് ഏരിയയാണ് നമ്മളിവിടെ കാണുന്നത്. സ്ലൈഡിങ് ഡോറുകളാണ്. വളരെ സോഫ്റ്റ് ടച്ചിൽ സാധനം അങ്ങ് തുറക്കാം. അപ്പോഴാണ് ഉൾഭാഗത്തേക്ക് നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് ലോഞ്ച്. അത് നമുക്ക് വിശദമായിട്ട് കാണേണ്ടതുണ്ട്. എങ്കിൽ പോലും പെട്ടെന്ന് നമ്മുടെ ക്യാമറാമാൻ ശ്യാമൊരു ആഗ്രഹം വന്നത് കാണിക്കുകയാണിപ്പോൾ. നമുക്ക് തിരിച്ചു വരാം. നികേഷ് കുമാറൊക്കെ പറയുന്നല്ലോ, നമുക്ക് തിരിച്ചു വരാം, ഉള്ളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ എന്തായാലും ഇത് ക്ലോസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. എത്ര ഗംഭീരമായിട്ടാണ് അത് ക്ലോസ് ആകുന്നതുണ്ടോ. അതിൻ്റെ ഒരു പ്രിസിഷൻ എന്ന് പറയുന്നത് ഒന്നാം തരമാണ്. സൈഡിൽ പിന്നെ നമുക്ക് പറയാവുന്നത് സ്റ്റീൽ ഫിനിഷുള്ള ഈ ഡോർ ഹാൻഡിലുകൾ മാത്രമാണ്. വേറെ കാര്യമായ ഡിസൈൻ എലമെൻറ്റ്സ് ഒന്നും പറയാനില്ല. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇതൊരു 3 റോ സീറ്റുള്ള വാഹനമായതുകൊണ്ട് വിശാലമായ ഒരു ഗ്ലാസ് ഏരിയ ഈ പിൻഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം ബ്ലാക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സൈഡിലൊരു കട്ട്, അത് രസകരമാണ്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് മാത്രമേ ഉള്ളൂ നമുക്ക് പിൻഭാഗത്ത് പറയാവുന്നൊരു കാര്യം. ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വന്ന് താഴേക്ക് പോയി പിൻഭാഗത്തിൻ്റെ ഒരു ഭംഗി നിർണ്ണയിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ പിൻഭാഗമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു പ്രത്യേകതരം പിൻഭാഗമല്ലേ, നല്ല രസമാണ് കാണാൻ. എന്നാൽ വലിയ കാര്യമായ ഡിസൈൻ എലമെൻറ്റ്സ് ഒന്നും കൊടുത്തിട്ടുമില്ല. അത് രസകരമായിട്ടുണ്ട്. ഏറ്റവും പുതിയ വാഹനങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ വലിയൊരു LED ഒരു സ്ട്രിപ്പാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. ഇവിടെ വെൽഫെയർ എന്നുള്ള ബാഡ്ജിങ് വളരെ വലുതായിട്ട് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ വാഹനത്തിൻ്റെ വേരിയൻറ്റിനെ സൂചിപ്പിക്കുന്ന എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന് പറയുന്നത്. VIP എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്നുള്ള വേരിയൻ്റാണ് ആ കാണുന്നത്. അതുപോലെ മനോഹരമായ ടെയിൽ ലാമ്പാണ്. അത് ഭംഗിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു.
പിൻഭാഗത്ത് വൃത്തികേടൊക്കെ ഒരല്പം കുറയ്ക്കാൻ വേണ്ടി വലിപ്പത്തിൻ്റെ വൃത്തികേട് കുറയ്ക്കാൻ ഒരു സ്റ്റീൽ ഫിനിഷ് അങ്ങനെ നീളുന്നുണ്ട്. അതിൽ ടൊയോട്ടയുടെ ലോഗോ കാണാം. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് റിവേഴ്സ് ലാമ്പും മറ്റുമാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ ബൂട്ട് തുറക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് പിടിച്ച് അമർത്തിയാൽ അദ്ദേഹം അങ്ങ് ഉയരും. ഈ ഭാഗത്താണ് അതിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതൊരു വെറൈറ്റിയാണ് എന്ന് ചോദിച്ചാൽ വെറൈറ്റിയാണ്. എന്തായാലും 3 റോയും തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും സ്പേസ് മാത്രമേ ഉള്ളൂ നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാൻ. പക്ഷേ ഈ സീറ്റുകൾ നമുക്ക് പലതരത്തിൽ ഫോൾഡ് ചെയ്തും മറ്റും കൂടുതൽ സ്ഥലം കണ്ടെത്താം. ഇവിടെ ഈ കാണുന്ന സ്വിച്ചുകൾ അതിന് വേണ്ടിയുള്ളതാണ്. ലെഫ്റ്റ്, റൈറ്റ്. സെക്കൻഡ് റോ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടുന്ന് ചെയ്യണം. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായത്, സത്യം പറഞ്ഞു കേട്ടോ. അതെന്തിനായിരിക്കും? കാരണം വെച്ചാൽ ഈ സീറ്റുകൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ ഇവിടെ വേണ്ടിയിരുന്നത്. എന്തെങ്കിലും കാണാതെ ടൊയോട്ടയിൽ ഇരിക്കുന്നവരിങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ എന്നെക്കാളും ബുദ്ധിയുള്ളവരാണല്ലോ തീർച്ചയായിട്ടും ടൊയോട്ട ഇരിക്കുന്നവരെല്ലാവരും തന്നെ. അതുകൊണ്ട് അതിന് എന്തെങ്കിലും ഒരു മാരകമായ കാരണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും തേർഡ് റോ സീറ്റ് മടക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഈ കാണുന്ന ലിവറിൽ പിടിക്കുക. അപ്പോൾ അത് അദ്ദേഹം ഇങ്ങനെ ഒന്ന് മടങ്ങും. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ അങ്ങോട്ട് ലോക്ക് ചെയ്താൽ ഇഷ്ടംപോലെ സ്പേസായി സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി. അതായത് 5 പേരെ സഞ്ചരിക്കുന്നുള്ളെങ്കിൽ ഇത്രയും സ്പേസ് നമുക്ക് കണ്ടെത്താം. എന്നാൽ 4 പേരെ സഞ്ചരിക്കുന്നുള്ളെങ്കിൽ പിൻഭാഗത്തെ ഒരു സീറ്റും കൂടി അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് ഉൾഭാഗത്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പേര് പൂർണ്ണമായും ആൾക്കാരെ നിറഞ്ഞിരുന്ന് സഞ്ചരിച്ചാൽ പോലും വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സാധനങ്ങൾ വയ്ക്കാൻ സ്ഥലമുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. എന്തായാലും ഇൻറ്റീരിയറൊക്കെ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ കണ്ടല്ലോ ഉൾഭാഗം എത്രത്തോളം ലക്ഷറിയസ് ആണെന്നുള്ള കാര്യം. ഏറ്റവും ഗംഭീരം മുൻഭാഗത്ത് അങ്ങനെ ഉയർന്നു നിൽക്കുന്ന വലിയ സ്ക്രീനാണ്. 14 ഇഞ്ചിൻ്റെ വമ്പൻ സ്ക്രീന്. മേൽഭാഗത്തൊക്കെ ആണെങ്കിലും ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് തകർപ്പനാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വീണ്ടും വരാം. എന്തായാലും നമുക്കിനി ഇൻറ്റീരിയറിൽ തന്നെയാണല്ലോ പോകേണ്ടത്. എന്തായാലും ബൂട്ട് ലിഡ് ഫോൾഡ് ചെയ്യാൻ ഇവിടെ സ്വിച്ചുണ്ട്. ഇത് മടക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ താഴെ നിൽക്കണമെന്നുള്ള തലയ്ക്കടി കൊണ്ട് ഹോസ്പിറ്റലിലായി പോകും. അത്രയ്ക്കും വലിയൊരു വിശാലമായ ഒരു മെറ്റൽ ഷീറ്റാണ് താഴേക്ക് വന്ന് വീഴുന്നത്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ രൂപം. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കിടക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു സത്യം, ഒരു നഗ്ന സത്യം എന്ന് വിളിക്കാവുന്നത്. എന്നിട്ട് പോലും സൗണ്ട് എത്ര കുറവാണെന്ന് നോക്കുക. അതാണ് ഈ വാഹനത്തിൻ്റെ ഹൈബ്രിഡ് ടെക്നോളജിയുടെ ഒരു ഗുണം. എന്തായാലും ലോകത്ത് മറ്റൊരു വാഹനത്തിനും കാണാനാവാത്ത രൂപമാണ് അൽഫാഡിനായാലും വെൽഫെയറിനായാലും ടൊയോട്ട നൽകിയിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ മറ്റൊരു സഹോദരനാണ് LM സീരീസിൽപ്പെടുന്ന ലെക്സസിൻ്റെ വാഹനങ്ങൾ. അതായത് ഇതേ വാഹനമെടുത്ത് ഇത് വീണ്ടും ലക്ഷറീസ് ആക്കിയാണ് ലെക്സസ് ചെയ്യാറുള്ളത്. അത് ഇപ്പോൾ അടുത്ത കാലത്ത് കൊച്ചിയിലൊന്ന് വന്നു പോയിരുന്നു. അതിൻ്റെയും ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതിന് വില വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു വാഹനം തന്നെ മോർ ദാൻ ഇനഫ് എന്ന് പറയാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ലെക്സസിൻ്റെ കച്ചവടം കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. എങ്കിൽ പോലും അത് കൂടുതൽ ലക്ഷറീസ് ആണെങ്കിലും ഇത് തന്നെ ആവശ്യത്തിലേറെയുണ്ട് എന്നാണ് പറയാനുള്ളത്. പക്ഷേ ആവശ്യത്തിലേറെ ഉള്ളത് എക്സ്റ്റീരിയർ അല്ല, ഇൻറ്റീരിയറാണ്. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറിലേക്ക് പ്രവേശിച്ച് മറ്റ് കാര്യങ്ങൾ വിലയിരുത്താം. ടൊയോട്ട വെൽഫെയർ പോലുള്ള വാഹനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും തന്നെ ഷോഫർ ഡ്രിവൺ ആയിരിക്കും എന്നുള്ളതാണ് സത്യം. പക്ഷേ ഓണർമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത് ഓടിച്ചും കൂടെ നോക്കുക എന്നുള്ളതാണ്. ഓടിച്ച് നോക്കിയാൽ നിങ്ങൾ ഡ്രൈവറിനെയൊക്കെ പറഞ്ഞു വിട്ട് ഓടിക്കുകയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അത്രയും സ്മൂത്താണ്, അത്രയും എന്താ പറയുക, ശരിക്കും വെൽഫെയറിലെ വെൽവെറ്റ് എന്ന് സൂചിപ്പിക്കുന്ന വെൽ എന്നുള്ള ഭാഗം കൃത്യമായിട്ടും ചേരുന്ന ഇതിൻ്റെ ഈ ഒരു പവർ ട്രെയിനാണ്. ഗംഭീരമായ പവർ ട്രെയിനാണ്. തന്നെയുമല്ല വളരെ ചെറിയ ഒരു ഹാച്ച് ബാഗ് ഓടിച്ചു പോകുന്ന രസത്തോടു കൂടി ഓടിച്ചു പോകാൻ പറ്റുന്നൊരു വാഹനമാണ്. ഇതിൻ്റെ വലിപ്പമൊന്നും നമുക്ക് ഫീൽ ചെയ്യുകയില്ല. മുൻഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, പന്ത് കളിക്കാൻ സ്ഥലം കിടപ്പുണ്ടെങ്കിലും അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുകയില്ല. അത്രയും കോമ്പാക്റ്റായിട്ട് തോന്നുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ നിർമ്മാണം. എന്തായാലും ഏറ്റവും അധികം നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു 14 ഇഞ്ച് സ്ക്രീനായിരിക്കും. ഇത് ടൊയോട്ടയുടെ ഇന്ത്യയിലെ വാഹനങ്ങളിലെ ഏറ്റവും വലിയ സ്ക്രീൻ തന്നെയാണ്. അത് ഒരു ഗംഭീര സംഭവമാണ്. ഇതിപ്പോൾ പുതിയ വാഹനമായതുകൊണ്ട് അതിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് ശരിയായി വരുന്നതുള്ളൂ. എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാവിഗേഷനാണ്. ഇതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഇതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് പോയാൽ അറിയാൻ സാധിക്കും. മൾട്ടിമീഡിയ, പേഴ്സണൽ, ഡാറ്റ, വൈഫൈ, ഡിസ്പ്ലേ, നാവിഗേഷൻ, വെഹിക്കിൾ കസ്റ്റമൈസ്, ഡ്രൈവിംഗ് അസിസ്റ്റ്, ഇൻഫോ സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തുടങ്ങിയ ഏറ്റവും പുതിയ വാഹനങ്ങൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്ക്രീനിൽ ഒതുക്കിയിട്ടുണ്ട്. കൂടാതെ ഒരു 15 സ്പീക്കറിൻ്റെ കിഡിലൻ JBLൻ്റെ മ്യൂസിക് സിസ്റ്റം കൂടെ ഈ വാഹനത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അതിൻ്റെ സ്പീക്കറുകൾ ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നു.
ഇവിടെ 360 ഡിഗ്രി ക്യാമറ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അത് സറൗണ്ടിങ്സിൻ്റെ കാണിക്കുന്നു. 360 ഡിഗ്രി കറങ്ങി നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നമുക്ക് പല കാര്യങ്ങളും പല ഇൻഫർമേഷനും അതുപോലെ തന്നെ പല അഡ്ജസ്റ്റ്മെൻറ്റുകളും നമുക്ക് സ്ക്രീനിൽ നടത്താമെങ്കിലും കുറേയൊക്കെ ഫിസിക്കൽ സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ടച്ച് സ്ക്രീനാണ്. നമുക്ക് ടച്ച് ചെയ്ത് അത്തരം പല കാര്യങ്ങളും കണ്ടെത്താം. AC-യുടെ കൺട്രോളുകളൊക്കെ ഫാനിൻ്റെ സ്പീഡൊക്കെ നമുക്ക് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ടച്ച് സ്ക്രീനിലൂടെ പ്രവർത്തിപ്പിക്കാം. അതുപോലെ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ മറ്റൊരു കാര്യം ഇതിൻ്റെ ഈ ഒരു ടെമ്പറേച്ചർ സെറ്റിങ്ങിൻ്റെ സ്ക്രീനാണ്. അത് രസകരമാണ്. വളരെ പ്രീമിയം ലുക്കുള്ളതാണ്. AC വെൻറ്റുകളൊക്കെ ഹിഡൻ എന്നുപോലും തോന്നിക്കാവുന്ന രീതിയിലാണ് വളരെ ഭംഗിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ കീ ആണ് കേട്ടോ. പുതിയ വണ്ടി അതുകൊണ്ട് കീ ഒന്നും പൊട്ടിച്ചിട്ടില്ല. ഇവിടെ വെൽഫെയറിൻ്റെ ലോഗോയും അതുപോലെ ഇവിടെ ടൊയോട്ടയുടെ ലോഗോയുള്ള കീ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് വയർലെസ് ചാർജിങ്ങിൻ്റെ ആ ഒരു പാഡാണ്. ഇവിടെ നിറവ്യത്യാസത്തോടു കൂടി കാണുന്നതല്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഇളക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വൈറ്റ് ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2 ചാർജിങ് പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ ഏറ്റവും മനോഹരമായ മറ്റൊരു കാര്യം വളരെ ചെറിയ ഈ ഒരു ഗിയർ ലിവറാണ്. ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ സ്മൂത്താണ്. അതിൻ്റെ ഗിയർ ലിവറാണ് ഈ കാണുന്നത്. അതിൽ ചെറിയ ഗോൾഡൻ നിറം കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കണ്ണിൽപ്പെട്ടേക്കാം. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവ്, പിന്നെ സ്പോർട്ട് മോഡ്, ഇത്രയാണ് നമ്മളിതിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇവിടെയുള്ള സ്വിച്ചുകൾ ഒന്ന് ഇതിൻ്റെ ഓട്ടോ ഹോൾഡിൻ്റെയും മറ്റൊന്ന് ഇക്കോ മോഡിൻ്റെയും മറ്റുമാണ്. EV മോഡിലും കുറച്ച് ദൂരം ഓടാൻ സാധിക്കുന്ന വാഹനമാണ് EV മോഡ്. അതിലും കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് വളരെ വലിയ ഒരു സ്റ്റോറേജ് സ്പേസാണ്. വളരെ ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ്. അതിൽ 2 ചാർജിങ് പോയിൻറ്റ്സ്, ഒരു വലിയ 12 വോൾട്ടിൻ്റെ ചാർജർ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു കൺസോളിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നതുകൊണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട്. എന്തായാലും നിറം വളരെ ഭംഗിയാണ്. എൻ്റെ BMW C4 ഞാൻ എടുത്തപ്പോൾ ഈ നിറത്തിലേക്കാണ് മാറ്റിയത്. എൻ്റെ ഇൻറ്റീരിയർ എനിക്ക് ടാൻ ബ്രൗൺ വലിയ ഇഷ്ടമുള്ള ഒരു നിറമാണ്. പിന്നെ ബ്ലാക്കാണ്, അറിയാമല്ലോ. ബ്ലാക്ക് ഞാൻ എപ്പോഴും പ്രശംസിച്ച് പറയുന്നൊരു കളറാണെങ്കിൽ ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ള പ്രീമിയം നിറമാണ്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗോൾഡൻ നിറമാണ്. അതിൻ്റെ താഴെ ഒരു വുഡ് ഫിനിഷും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. എന്തായാലും നിറങ്ങളുടെ ഈ ഒരു ജുഗൽബന്ദി എന്നൊക്കെ പറയുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ്. അതിൻ്റെ അപ്ഹോൾസ്റ്ററിയും അതുപോലെ തന്നെ കുഷനിങ്ങിൻ്റെ ഈ ഭാഗമൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഈ ബോൾസ്റ്റേഴ്സൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടുണ്ട്. ഈ സീറ്റ് നമുക്ക് പിൻഭാഗത്തിരുന്നുകൊണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാം. കാരണം പിൻഭാഗത്തിരിക്കുന്ന ആൾക്ക് കാലൊക്കെ നീട്ടി വെച്ച് ഓട്ടോമാൻ സീറ്റുകളാണ് പിൻഭാഗത്തുള്ളത്. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കനുസരിച്ച് മുൻഭാഗത്തെ സീറ്റ് മാറ്റണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ മറ്റ് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഈ ഭാഗത്തുണ്ട്. അത് ഞാൻ ഈ ഭാഗം കാണിച്ചു തരാം. അതൊക്കെ ഈ സൈഡിലുണ്ട്. അതുപോലെ മുൻഭാഗത്തെ പാസഞ്ചർ സീറ്റിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. മുൻഭാഗത്തേക്ക് തിരിയുന്നു. അതുപോലെ ഇവിടെ പിൻഭാഗം സ്ലാൻഡ് ചെയ്യുന്നതൊക്കെ ആ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവിടെ കൊടുത്തിരിക്കുന്നു. ഇനി ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ബോട്ടിൽ പിന്നെ വളരെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളാണ് കാണുന്നത്. അതിലും ആ ഒരു ഗോൾഡൻ ഫിനിഷും ടാൻ ബ്രൗൺ ഫിനിഷും എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് ഡാഷ്ബോർഡിൻ്റെ തുടർച്ച പോലെ തോന്നുന്ന രീതിയിൽ. അതുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗവും അവിടെ കൊടുത്തിരിക്കുന്നു. അതൊന്നും സാധാരണ നമ്മൾ ഈ ഒരു ഡോർ പാഡിലൊന്നും കാണുന്ന കാര്യങ്ങളല്ല. വലിയൊരു സ്പീക്കറുമുണ്ട്. ഏതായാലും പിൻഭാഗത്തെ ഡോർ അതിവിശാലമായിട്ട് തുറക്കുന്നുകൊണ്ടായിരിക്കാം മുൻഭാഗത്തെ ഡോർ സത്യത്തിൽ അത്ര വിശാലമല്ല എന്ന് വേണമെങ്കിൽ തുറന്നിട്ട് കഴിയുമ്പോൾ തോന്നാം. അത് സത്യമാണ്. പിൻഭാഗത്തെ ഡോറിൻ്റെ ആ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ ഡോറായിട്ട് വേണം കാണാൻ. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ. ഇവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്നത് ഒരു കപ്പ് ഹോൾഡർ ആകുന്നു. ഇങ്ങനെ ഹിഡൻ ജംസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ചില കാര്യങ്ങൾ നമുക്ക് പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ടൊയോട്ടയുടെ തനത് സ്റ്റിയറിംഗ് വീലാണ്. പക്ഷേ അതിൽ ഈ ഒരു വുഡ് ഫിനിഷുള്ള ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ധാരാളം സ്വിച്ചുകൾ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ കാണാം. ഇത് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളാണ്. ഇവിടെയൊക്കെ ഈ ഓഡിയോ സിസ്റ്റത്തിൻ്റെ മറ്റേ കൺട്രോളുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. എനിക്ക് രസകരമായിട്ട് തോന്നിയ മറ്റൊരു ഭാഗം ഇവിടെയാണ്. ഈ ഭാഗത്തും ഒരു ചെറിയ സെൻട്രൽ കൺസോൾ പോലത്തെ ഭാഗം തന്നെയാണ് കാണുന്നത്. അതിൽ കാണുന്ന സ്വിച്ചുകൾ ഈ മേൽഭാഗത്ത് കാണുന്നത് പിൻഭാഗത്തെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അത് ഡ്രൈവർക്ക് എവിടെയും ചെയ്യാൻ സാധിക്കും. ഇത് 2 സൈഡിലെയും ഈ ഒരു സ്ലൈഡിംഗ് ഡോറുകളുടെ ഓപ്പണിങ്ങും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനുള്ള സ്വിച്ചുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ലൈറ്റുകളുടെയും മറ്റു അഡ്ജസ്റ്റ്മെൻറ്റുകളും മറ്റും കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ സീറ്റിൻ്റെ മെമ്മറി ഫംഗ്ഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും വിശാലമായിട്ട് കൈവച്ചിരിക്കാവുന്ന രീതിയിലാണ് ഈ ഡോർ പാഡിൻ്റെ ഭാഗത്ത് കൊടുക്കുന്ന ഈ ഒരു കുഷനിങ് എല്ലാം തന്നെ. അതെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പവർ സ്വിച്ചിലാണ്. അതും ആദ്യം ഒന്ന് കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടിയേക്കാം. അത് മേൽഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓഡോമീറ്ററിനെ മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുള്ള സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. വാഹനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ മീറ്റർ കൺസോളാണെന്നാണ് വേണമെങ്കിൽ പറയാവുന്നത്. അത്ര വിശാലമായ കൺസോളല്ല. അതിൽ ഈ വാഹനം ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് പോലുള്ള കാര്യങ്ങളുടെ എല്ലാം പല ഇൻഫർമേഷൻ നമുക്കതിൽ കാണാം. പിന്നെ
അതിൽ ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാക്കിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളും എല്ലാം അതിൽ കൊടുക്കാം. എങ്കിൽ പോലും അത് അല്പം കൂടി വലുതാകാമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആരോപിക്കാം. എന്തായാലും മുൻഭാഗത്ത് സ്പേസ് ഒട്ടും മോശമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ ഡ്രൈവേഴ്സിനെ വെച്ച് മാത്രമല്ല നിങ്ങൾ ഓടിക്കേണ്ട ഒരു വാഹനം കൂടിയാണെന്നുള്ള കാര്യം. വിശാലമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ നല്ല ഹൈറ്റ്, സീറ്റിൻ്റെയൊക്കെ ഹൈറ്റ് ആവശ്യത്തിന് നമുക്ക് ഉയർത്തുകയും മറ്റും ചെയ്ത് സുഖമായി ഒരു സീറ്റിംഗ് പൊസിഷൻ കണ്ടുപിടിച്ച് ലാവിഷായിട്ട് പോകാം. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, അത് പാഡിൽ ഷിഫ്റ്റേഴ്സ് ആണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ മാനുവൽ മോഡിലും വാഹനം ഓടിച്ചു പോകാൻ സാധിക്കും. അതും രസകരമായ ഒരു ഡ്രൈവ് സമ്മാനിക്കുന്നുണ്ട്. എങ്കിലും ഞാനും നിങ്ങളുമൊക്കെ കാത്തിരിക്കുന്ന പിൻഭാഗത്തെ ആ ഒരു ഫീച്ചേഴ്സ് കാണാനാണല്ലോ. അതുകൊണ്ട് തന്നെ ബൈജു സാറിന് പിൻഭാഗത്ത് പോകാം. ബൈജു സാറിന് ഞാൻ സ്വയം വിശേഷിപ്പിച്ചത് ഈ വാഹനമായതുകൊണ്ടാണ്. ഇതിൻ്റെയൊക്കെ പിൻഭാഗത്തിരിക്കുന്നത് തീർച്ചയായിട്ടും സാറായിരിക്കും. പക്ഷേ സ്വഭാവത്തിൽ റഷ്യൻ ചക്രവർത്തിമാരായ സാറന്മാരുടെ സ്വഭാവമൊന്നും കാണിക്കരുത്. ചുമ്മാ നടന്ന് വന്നങ്ങ് കയറാം, ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ടെങ്കിൽ പോലും സുഖമായിട്ട് ഇങ്ങനെ കയറിയിരുന്ന് ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ഇതങ്ങോട്ട് അടച്ച് പിന്നെ ബൈജു സാറായി മാറുകയാണ് ഈ ഒരു നിമിഷം കൊണ്ട്. അതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കടൽ പോലെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ളത്. ഇഷ്ടംപോലെയുണ്ട്. ഇവിടെ 2 സാധനങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് തൊട്ട് അത് മേൽഭാഗത്ത് കാണുന്ന കാര്യങ്ങൾ വരെ ഇഷ്ടംപോലെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യമായിട്ട് പറയേണ്ടത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായതുകൊണ്ട് തന്നെ 2 ക്യാപ്റ്റൻ സീറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാപ്റ്റൻ സീറ്റുകളാണ്, പിൻഭാഗത്തൂടെ അങ്ങനെ പോകാനുള്ള സ്ഥലമൊന്നുമില്ല. അതെല്ലാം വളരെ ക്ലോസ്ഡ് ആക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ സീറ്റുകൾ എന്തൊക്കെ ചെയ്യാം പിൻഭാഗത്ത് എന്ന് ചോദിച്ചാൽ, ഇവിടെ കാണുന്ന ഈ സ്വിച്ചുകളാണ് അതിൻ്റെയൊക്കെ മെയിൻ ഐറ്റംസ്. ഇത് വാഹനത്തിൻ്റെ ഹീറ്റ് അതുപോലെ തന്നെ വെൻറ്റിലേറ്റഡ് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ സ്വിച്ചുകളാണിത്. ഇതിൻ്റെ താഴെ ഈ കാണുന്ന സ്വിച്ചുകളാണ് നമുക്ക് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്. ഇപ്പോൾ താഴേക്ക് നോക്കിയാൽ കാണാം, കാല് വയ്ക്കാൻ വേണ്ടി ഉയർന്നു വരുന്നൊരു ഭാഗം, അത് അത്രയും ഉയർന്നു വന്നിരിക്കുന്നു. എന്നിട്ട് ഞാൻ പിന്നിലേക്ക് സീറ്റ് ഇനി കൊണ്ടുവരികയാണ്. ഇതാ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എമിറേറ്റ്സിൻ്റെയൊക്കെ ബിസിനസ് ക്ലാസ്സിൽ കിടന്നുറങ്ങി പോകുന്ന പോലെ പോകാം. അങ്ങനെ കിടന്നുകൊണ്ട് പരിപാടി അവതരിപ്പിക്കുന്ന ആദ്യത്തെ അവതാരകനായിട്ട് ഞാൻ മാറുകയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ നേരെയാക്കിയിട്ട് തന്നെ സംസാരിക്കാം. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയൊക്കെ ഇതിൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ പോകും എന്നുള്ള കാര്യം. മുൻഭാഗത്ത് ഞാൻ ഡ്രൈവർ സീറ്റ് വളരെ മുന്നിലേക്ക് കയറ്റിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലം തോന്നുന്നുണ്ട്. എങ്കിൽ പോലും ഇത് പിന്നിലേക്ക് സീറ്റ് മാറ്റിയിട്ടപ്പോഴും എത്രത്തോളം സ്ഥലമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഈ കാണുന്നത് 2 ടാബ്ലറ്റുകളാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ വലുപ്പമുള്ള ടാബ്ലറ്റുകളെന്ന് പറയാം. അപ്പോൾ ഈ ടാബ്ലറ്റിൽ പല കാര്യങ്ങൾ കൊടുക്കുന്നു. ഓഡിയോ, ക്ലൈമറ്റ്, ലൈറ്റ്സ്, സീറ്റ്സ്, ഷെയ്ഡ്, അത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ ഈ ഷെയ്ഡിൻ്റെ സ്വിച്ച് നമ്മൾ അമർത്തുന്നു. എന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ ഈ ഷെയ്ഡിൻ്റെ കാര്യമാണത് കേട്ടോ. എന്നിട്ട് ഈ റൈറ്റ് സൈഡിലെ ഷെയ്ഡ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാ, ക്ലോസ് ചെയ്യുന്നു. ഇനി സൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഓഡിയോ എടുക്കുകയാണെങ്കിൽ ഓഡിയോയുടെ ഫ്രണ്ടിലെ റിയറിലെ സ്പീക്കേഴ്സുള്ള അതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ്. ലൈറ്റ്സിലേക്ക് പോകുമ്പോൾ ഇതിന് ആംബിയൻ ലൈറ്റിംഗ്, ഇതായി മേൽഭാഗത്ത് കാണുന്ന ആംബിയൻ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയൊക്കെ, അത് നമ്മൾ ഈ പകൽ ഷൂട്ട് ചെയ്യുമ്പോൾ വ്യക്തമാകില്ല. അതുപോലെ തന്നെ അതിൻ്റെ റീഡിംഗ് ലൈറ്റ് ഉണ്ട്. റീഡിംഗ് ലൈറ്റ് വേണമെങ്കിൽ അത് ഓൺ ചെയ്യാവുന്ന സംവിധാനം ഇവിടെ. ഇലൂമിനേഷൻ, ഈ ആംബിയൻ ലൈറ്റിംഗ് എന്ന് പറയുന്നത് അത് രാത്രിയിലെ വ്യക്തമാകുകയുള്ളൂ. അത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അതായത് ഈ കയ്യിലെടുത്തുകൊണ്ട് ഒരു മൊബൈൽ ഫോൺ കയ്യിലെടുക്കുന്ന പോലെ അങ്ങനെ എടുത്ത് സുഖമായിരുന്ന് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തു പോകാം. ഡ്രൈവറെ ഇലൂമിനേഷൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുമെന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ സീറ്റിൻ്റെ കുഷനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആംബ്രസ്റ്റ് എല്ലാം വളരെ പക്കയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ സെറ്റായിട്ട് ഇരിക്കാൻ സാധിക്കും. എത്ര ദീർഘദൂര യാത്ര വേണമെങ്കിലും ചെയ്യാനും സാധിക്കും. ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ചാർജിങ് പോയിൻ്റ്, വലിയ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാവുന്ന ചാർജിങ് പോയിൻ്റാണ് നമ്മൾ അവിടെ കാണുന്നത്. AC വെൻറ്റുകളും പിൻഭാഗത്തേക്ക് കാണുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇതാ, ഇവിടെയും വലിയ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയ സാധനങ്ങളും മറ്റും സൂക്ഷിക്കാവുന്ന ഒരു സ്പേസ് അവിടെ കൊടുത്തിരിക്കുന്നു. സീറ്റിന് താഴേക്ക് പോകുമ്പോൾ ഇവിടെയും ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെയും കൊടുത്തിരിക്കുന്നു. വേണമെങ്കിൽ പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാൻ ഒരു ഭാഗം ഇവിടെയുണ്ട്. അതുപോലെ കയറുമ്പോൾ പിടിച്ച് കയറണമെങ്കിൽ ഇവിടെ ഒരു ഹാൻഡ് ഗ്രിപ്പ് ഇവിടെയും കൊടുത്തിരിക്കുന്നു. പിന്നെ പറയാനുള്ളത് ഇനി പറയാനുള്ളത് മേൽഭാഗത്താണ്. മേൽഭാഗത്ത് കുറേ സ്വിച്ചുകൾ നിങ്ങൾക്ക് കാണാം. അതിൽ നമുക്ക് ഇൻഡിവിജ്വലി തന്നെ ഈ ഒരു സൺറൂഫ് തുറക്കാവുന്ന സ്വിച്ചുകളുണ്ട്. അത് ഈ സൈഡിലിരിക്കുന്നയാൾക്ക് മതി സൂര്യനെങ്കിൽ അങ്ങനെ, എന്നാൽ ഈ സൈഡിലിരിക്കുന്നയാൾക്ക് എനിക്കും വേണം സൂര്യൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ. പിന്നെ ഈ മേൽഭാഗത്ത് നമുക്ക് ഈ സൈഡിലെ സ്ലൈഡിങ് ഡോറിൻ്റെ സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഇവിടെ വിൻഡോയുടെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു.
ഇവിടെ ആംബിയൻ ലൈറ്റിങ്ങിൻ്റെയും മറ്റും കളേഴ്സിൻ്റെ സ്വിച്ചുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ റീഡിംഗ് ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാ ഇപ്പോൾ വളരെ ചെറിയ പ്രകാശമുള്ളതെന്ന് തോന്നുമെങ്കിലും നല്ല വെളിച്ചം തരുന്ന റീഡിംഗ് ലൈറ്റാണ് ആ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ AC വെൻറ്റുകൾ മേൽഭാഗത്തും കൊടുത്തിട്ടുണ്ട്. AC-യുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ സ്വിച്ചുകളും മറ്റും ഇവിടെയും കൊടുത്തിരിക്കുന്നു. എല്ലാം വളരെ ഉപയോഗിക്കാൻ എളുപ്പമുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. അത് സുഖമായിട്ട് ഇരിക്കാം. മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് ഈ സീറ്റുകൾക്കെല്ലാം മസാജ് ഫംഗ്ഷൻ ഉണ്ടെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ എൻ്റെ പിൻഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു കൊമള കയറി വരുന്നുണ്ട്. മസാജ് ഫംഗ്ഷൻ ഞാൻ എവിടേക്കോ ഞെക്കിയപ്പോൾ ഓണായതാണ്. അത് എല്ലാ സീറ്റുകൾക്കും കൊടുത്തിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ട് മസാജ് ചെയ്ത് തന്നെ യാത്ര ചെയ്യാൻ സാധിക്കും. പിൻഭാഗത്തേക്ക് വരുമ്പോഴും ഈ ആംബിയൻ ലൈറ്റും അതുപോലെ തന്നെ ഇവിടെ സൺഗ്ലാസ് ഹോൾഡറും മറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്തിരിക്കുന്ന സൗകര്യത്തിന് അയാൾക്ക് വേണമെങ്കിൽ ഈ സ്വിച്ച് അമർത്തിയാൽ ഈ സീറ്റ് മുന്നിലേക്കും പിന്നിലേക്കും മറ്റും നീക്കാൻ സാധിക്കും. എങ്കിലും നമുക്കൊന്ന് പിൻഭാഗത്തൂടെ കയറി ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട് പിൻഭാഗത്തെ കംഫർട്ട് എന്നുള്ള കാര്യം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നുള്ളതൊന്ന് ഇറങ്ങി നിന്ന് ആലോചിക്കുന്നതായിരിക്കും. ഈ സീറ്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ മടക്കാം. ഇവിടെ ഇങ്ങനെ ഒന്ന് വലിച്ചാൽ ഇദ്ദേഹം ഇങ്ങനെയാകുന്നു. പിന്നെ ഈ സ്വിച്ച് അമർത്തിയാൽ മുന്നിലേക്ക് നീങ്ങുകയാണ് അദ്ദേഹം. ഇതുവഴി ഒന്ന് നോക്കിയാൽ കാണാം എത്രത്തോളം സ്പേസ് ഉണ്ട് പിൻഭാഗത്തേക്ക് കയറാനെന്നുള്ള കാര്യം. വളരെ ഈസി ആയിട്ട് കയറാം. അങ്ങനെ ബൈജുവൻ നായർ സാറ് പിന്നിലേക്കാണ് ഇനി കയറാൻ പോകുന്നത്. 3rd റോ സീറ്റിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ 3rd റോ സീറ്റിൽ കയറിയിരുന്ന് അമ്മയെ മഹാമായി എന്ന് വിളിച്ചുകൊണ്ട് ഇത് ഞാനിപ്പോൾ മടക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ കയറി ഇരുന്നിട്ട് നമുക്ക് ഈ സീറ്റ് പിന്നിലേക്ക് മാറ്റാനായിട്ട് ഇപ്പോൾ പിൻഭാഗത്തിൽ ആവശ്യമായിട്ടിരിക്കണമെങ്കിൽ ഇത് ഈ ഒരു അവസ്ഥയിൽ നിലനിർത്തിയിട്ട് പിൻഭാഗത്തിരിക്കുകയാണെങ്കിൽ ഏതൊരു വാഹനവും 3rd റോ സീറ്റുള്ള ഏതൊരു വാഹനവും തോറ്റു പോകുന്ന ലെഗ് സ്പേസാണ്. ഇത് കണ്ടോ, വിശാലമായിട്ട് എനിക്കിങ്ങനെ ഇരിക്കാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ വിപണിയിലുള്ള വാഹനങ്ങളിൽ 3rd റോ സീറ്റിൽ ഇത്രയും സ്പേസ് മറ്റൊരു വാഹനത്തിനും ഇല്ല എന്നുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഇത്രയും സുഖമായിട്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് അവിടെയും കാണാം ഇഷ്ടംപോലെ സ്പേസാണ് 2nd റോ സീറ്റിൻ്റെയും മുൻഭാഗത്ത് കിട്ടിയിരിക്കുന്നത്. ഒട്ടും ടൈറ്റ് അല്ലാതെ സുഖമായിട്ട് ഇത്രയും പേർക്ക് ഇരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ ഇത്രയും ലാവിഷായിട്ടിരിക്കുമ്പോൾ പോലും മുൻഭാഗത്ത് അല്ലെങ്കിൽ 2nd റോ സീറ്റിൻ്റെ മുൻഭാഗത്ത് എത്രത്തോളം സ്പേസ് ഉണ്ടെന്ന് കാണുക. അപ്പോൾ ഒട്ടും അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ലാതെ തന്നെ സുഖമായിട്ട് 6 പേർക്ക് ഇരിക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും അധികം 3rd റോ സീറ്റുള്ള വാഹനമായിട്ട് ടൊയോട്ട വെൽഫെയറിനെ പ്രഖ്യാപിക്കുകയാണ് മിസ്റ്റർ ബൈജുവൻ നായർ. ഇവിടെ ഇപ്പോൾ കണ്ടല്ലോ 3rd റോയിൽ ഈ സീറ്റ് വലിയ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഇട്ടിട്ടും എനിക്ക് ഇത്ര സ്ഥലമുണ്ട്. ഇത്ര സ്ഥലം വെച്ചാൽ ലാവിഷായിട്ട് വേണമെങ്കിൽ കാലൊക്കെ ഉയർത്തി വെച്ച് ഇങ്ങനെ ഇരിക്കാമെന്ന സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ വിപണിയിലുള്ള വാഹനങ്ങളിൽ 3rd റോ സീറ്റ് ഇത്രയുമുള്ള മറ്റൊരു വാഹനവും ഇല്ല എന്നുള്ള കാര്യമാണ്. ഞാൻ ഇത്ര സുഖമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ സീറ്റിലിരിക്കുന്ന ആൾ, അതായത് മുൻഭാഗത്ത് 2nd റോ സീറ്റിലിരിക്കുന്ന ആൾക്കും ഒട്ടും തന്നെ സ്ഥലം കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല. ആ വിഷയം കൂടി മിസ്റ്റർ ശ്യാം കാണിക്കുന്നതായിരിക്കും. പിന്നെ ഈ 3rd റോയിലിരിക്കുന്ന ആൾക്ക് മറ്റെന്തെല്ലാം സൗകര്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, അയാൾക്ക് തന്നെ മുൻഭാഗത്തെ സീറ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എന്നുള്ളത് ഇവിടെ ഒരു ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സീറ്റും നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒന്ന് പിൻഭാഗത്തേക്ക് ഒക്കെ ചേരിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇവിടെ പോലും കൊടുത്തിരിക്കുന്ന കുഷനിങ് ഒക്കെ എത്രത്തോളം തോട്ട്ഫുള്ളി ചെയ്ത കാര്യമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കണ്ടോ, ഇവിടെ നമ്മളിരിക്കുമ്പോൾ കാലിവിടെ ഇങ്ങനെ തട്ടാതിരിക്കാൻ വേണ്ടി ഇവിടെ പോലെ കുഷനിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൺ ബ്ലൈൻഡ് എന്ന് പറയുന്നത് പിൻഭാഗത്ത് 3rd റോക്കാർക്കും ഇലക്ട്രിക്കലി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാവുന്ന രീതിയിലാണ്. ഈ ഒരു സൺ ബ്ലൈൻഡും ഏറ്റവും പുതിയ വെൽഫെയറിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ഒരു വേണമെങ്കിൽ പിടിക്കാൻ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ആംബിയൻ ലൈറ്റ് പിൻഭാഗത്തേക്കും വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെയും ഏറ്റവും ബാക്ക് സീറ്റ് ഇരിക്കുന്നയാൾക്കും സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ആകാശത്തു നിന്നും കെട്ടിയിറക്കിയതുപോലെ അങ്ങനെ അദ്ദേഹം അവിടുന്ന് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും കംഫർട്ടബിളായ 3rd റോ സീറ്റ് എന്ന് സസന്തോഷം ഞാൻ പറയുകയാണ്. കാരണം എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ 3rd റോ സീറ്റുള്ള വാഹനങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോഴെല്ലാം അയ്യോ 10 വയ്യായേ, ഇതിന് ഇറങ്ങാൻ വയ്യായേ, കയറാൻ വയ്യായേ ലൈനിലാണ് ചേരിക്കുന്നത്. പക്ഷേ ഇത് വളരെ ആവശ്യമായിട്ടാണ് ബൈജുവൻ നായർ സാറ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇൻറ്റീരിയർ കംഫർട്ട് എന്ന് പറയുന്നത് അൺമാച്ച്ഡ് എന്നാണ് പറയേണ്ടത്. ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള കംഫർട്ടുള്ളൊരു വാഹനമെന്ന് വിളിക്കാവുന്നത് ഇതിൻ്റെ തന്നെ ചേട്ടനെന്നോ അമ്മാവനെന്നോ ചിറ്റപ്പനെന്നൊക്കെ വിളിക്കാവുന്ന ലെക്സസിൻ്റെ LM സീരീസിൽ പെടുന്ന വാഹനങ്ങൾ മാത്രമാണ്. ബാക്കി ഒരു വാഹനത്തിനും ഇതിൻ്റെ ഇൻറ്റീരിയർ കംഫർട്ടിൻ്റെ സ്പേസിൻ്റെ ഒപ്പം നിൽക്കാൻ സാധിക്കില്ല. പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഒരു LCD സ്ക്രീനിൻ്റെ സഹായമുണ്ട്. അതായത് നമുക്ക് TV പോലെ കാര്യങ്ങളെല്ലാം കണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന LCD സ്ക്രീനാണ് ഇവിടെ ഇങ്ങനെ ഫോൾഡ് ആയിട്ടിരിക്കുന്നത്. ഈ നമ്മളിപ്പോൾ ഇവിടെ കണ്ട, അതായത് സീറ്റിൻ്റെ സൈഡിൽ കണ്ട ഈ ഒരു മൊബൈൽ ഫോണും പോലെയുള്ള ഈ ഒരു സംഭവത്തിൽ തന്നെയാണ് നമുക്ക് ആ സ്ക്രീനും ഓപ്പൺ ചെയ്യേണ്ടത്. അതിൽ ഇങ്ങനെ അത് ഓപ്പണായി വരുന്നു. റിയർ HDMI സ്ക്രീനാണ് വന്നിരിക്കുന്നത്.
അത് അല്പം ടിൽറ്റ് ചെയ്യാനും മറ്റുമൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റ് ആംഗിൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ക്രീൻ. അത് നമ്മളിനി ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ അത് ഫോൾഡ് ചെയ്ത് അകത്തേക്ക് പോവുകയും ചെയ്യും. അതിഗംഭീരമായ ടൊയോട്ട വെൽഫെയറിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ഞാൻ ഓടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഓടിച്ചു തുടങ്ങുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് വളരെ ചെറിയൊരു വാഹനം ഓടിക്കുന്ന ഫീലാണ്. ഇതിൻ്റെ എൻജിൻ അത്ര സ്മൂത്താണ്. ഹൈബ്രിഡ് ടെക്നോളജി കൂടെ വന്നപ്പോഴേക്കും ഇത് ഇലക്ട്രിക് കാർ ഓടിക്കുന്ന സുഖത്തോടെ ഓടിച്ചു പോകാം. തന്നെയല്ല, പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ടെമ്പോ ട്രാവലറിൻ്റെ വലിപ്പമുണ്ടല്ലോ എന്ന് തോന്നി ഓടിക്കാൻ, കാറുകൾ മാത്രം ഓടിച്ചിട്ടുള്ളവർക്ക് ഓടിക്കാൻ ഒരു പേടിയും ഭയമൊക്കെ തോന്നും. ഒന്നും വേണ്ട കേട്ടോ, ഇത് വളരെ പാവമാണ്. കാഴ്ചയിൽ വലിയ വലുപ്പമൊക്കെ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് പാവമാണ്. അതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. 2 ടണ്ണിലധികം ഭാരമുള്ള വാഹനമാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ റോഡ് ഗ്രിപ്പ് അപ്പാരമാണ്. ബോഡി റോൾ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അതെങ്ങനെ കൊണ്ടുവന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബോഡി റോൾ അനുഭവിക്കാറുള്ളത് ഫോർച്യൂണറിലും മറ്റുമാണ്. ഫോർച്യൂണറിൻ്റെ ബോഡി റോളിൻ്റെ ഒന്നും 1% പോലും ഈ വാഹനത്തിലില്ല. അത് ടൊയോട്ടയുടെ ഒരു മാജിക് എന്ന് വേണം പറയാൻ. എന്തുകൊണ്ട് ഈ മാജിക് ടൊയോട്ട ഫോർച്യൂണറിൽ നടപ്പിൽ വരുത്തുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മൾ ടൊയോട്ട ഫോർച്യൂണറും അതുപോലെ തന്നെ എൻഡെവറും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബോഡി റോളിൽ എപ്പോഴും ഫോർച്യൂണറിനാണ്. അതിൻ്റെ അച്ഛനായിട്ട് വരും ഹൈലക്സിൽ അതിൽ കൂടുതലാണ് ബോഡി റോൾ നമുക്ക് അനുഭവപ്പെടും. പക്ഷേ ഇതിലതൊന്നും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ധാരാളം വാഹനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ താരമായ മോഹൻലാലും അതുപോലെ തന്നെ സുരേഷ് ഗോപി, പിന്നെ നമ്മുടെ വിജയ് ബാബു, ഇങ്ങനെയുള്ളവരെല്ലാം എപ്പോൾ നോക്കിയാലും വെൽഫെയറിലാണ് കാണുന്നത്. ധാരാളം വണ്ടികളുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു കംഫോർട്ട് എന്ന് പറയുന്നത് മറ്റ് വാഹനങ്ങൾക്കൊന്നും കിട്ടാത്തതുകൊണ്ട് അവരൊക്കെ എപ്പോഴും ഇതിനെയാണ് ആശ്രയിച്ച് നമ്മൾ കാണുന്നത്. എന്തായാലും ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ എഞ്ചിനിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. റിഫൈൻമെൻറ്റ് ഒന്ന് വർദ്ധിച്ചു എന്നല്ലാതെ മെക്കാനിക്കൽ ഭാഗങ്ങൾക്കൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. പക്ഷേ പുതുതായിട്ട് ഇപ്പോൾ അഡാസ് ഫീച്ചേഴ്സ് ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറേയുള്ള മാറ്റങ്ങൾ, ഗ്രില്ലിൻ്റെ മാറ്റം, പിന്നെ ഉള്ളിലാണെങ്കിലും ആംബിയൻ ലൈറ്റിങ്ങും മേൽഭാഗത്തുള്ള സ്വിച്ചുകൾ അതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സൺബ്ലൈൻഡ്, അത്തരം കാര്യങ്ങൾ, പിന്നെ ഇൻറ്റീരിയർ നിറത്തിൽ വന്നിരിക്കുന്ന മാറ്റം, അതെല്ലാം സംഭവിച്ചെങ്കിലും മെക്കാനിക്കലി വലിയ മാറ്റമില്ല. ഞാൻ പറഞ്ഞല്ലോ 2003 തൊട്ട് തന്നെ ഈ വാഹനം ഹൈബ്രിഡ് ആണെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആൽഫാഡ് ആയാലും അതുപോലെ വെൽഫെയർ ആയാലും എല്ലാം ഹൈബ്രിഡാണ്. ഞാൻ ഇപ്പം ഒരു സാമാന്യം ഭേദപ്പെട്ട കുഴിയും പമ്പും ഒക്കെ ചാടി, നിങ്ങൾ അറിഞ്ഞില്ലല്ലോ അല്ലേ? ഞാനും അറിഞ്ഞില്ല. അത്രയും സ്മൂത്താണ് വെൽഫെയറിൻ്റെ കാര്യത്തിലുള്ള സസ്പെൻഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എഞ്ചിനിലേക്ക് പോവുകയാണെങ്കിൽ ഈ 4th ജനറേഷൻ വെൽഫെയറിലുള്ളതൊരു 2.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ ഹൈബ്രിഡ് എഞ്ചിനാണ്. അതുപോലെ തന്നെ ഓരോ ആക്സിലും ഓരോ ഇലക്ട്രിക് മോട്ടറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ കമ്പൈൻഡ് പവർ എന്ന് പറയുന്നത് 190 bhp ആണ്. അതായത് പെട്രോൾ എഞ്ചിൻ 150 bhpയും പിന്നെ 140 bhp ഈ മോട്ടറിൻ്റെ 2 മോട്ടറുകളുടെ പവർ കൂടെ ചേരുമ്പോൾ അത്രയും കിട്ടുന്നുണ്ട്. പിൻഭാഗത്തുള്ളത് 67 bhpയുടെ മോട്ടറാണ്. അപ്പോൾ നമ്മളൊരു കാര്യമായ രീതിയിൽ ആക്സിലറേറ്റർ കൊടുക്കുകയാണെങ്കിൽ പിൻഭാഗത്ത് ടയറുകൾക്കൊരു സ്ലിപ്പ് ഫീൽ ചെയ്യുകയാണ് വാഹനത്തിനെങ്കിൽ പിൻഭാഗത്തെ ആ ഒരു മോട്ടറായിരിക്കും പിന്നെ വാഹനത്തിൻ്റെ പിൻഭാഗത്തു നിന്ന് പവർ കൊടുക്കുന്നത്. അതായത് ഒട്ടും തന്നെ സ്ലിപ്പ് ചെയ്യാതെ, ടയറൊന്നും സ്ലിപ്പ് ചെയ്യാതെ നമുക്ക് വാഹനം ഫുൾ ത്രോട്ടിലൊക്കെ എടുത്തു പോകാൻ സഹായിക്കുന്ന പിൻഭാഗത്തെ ആ ഒരു ഇലക്ട്രിക് മോട്ടറാണ്. എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഒരു 4 വീൽ ഡ്രൈവ് വാഹനമായിട്ട് ഇത് മാറുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. ഈ CVT ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള വാഹനങ്ങളെല്ലാം നമ്മൾ കണ്ടുവരുന്ന രീതി തന്നെയാണ്. പക്ഷേ CVTയുടെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന CVTയുടെ റബ്ബർ ബാൻഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. 240 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. ഗ്രാജുവലായിട്ട് സ്പീഡ് എടുത്ത് വരുന്ന ഒരു രീതിയാണ് ഇതിന്, അല്ലാതെ നമ്മളെ വലിച്ചുകൊണ്ട് പായുന്ന രീതിയല്ല. പക്ഷേ ബട്ടർ സ്മൂത്ത് എന്നാണ് ഇതിനൊരു ആക്സിലറേഷൻ്റെ രീതിയെ നമുക്ക് വിളിക്കാവുന്നത്. പിന്നെ അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും ഫോർവേഡ് റിയർ കൊളീഷൻ വാർണിങ്ങും പോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം,
ഈ ഒരു എൻജിൻ, അതായത് 190 BHP പെട്രോൾ ഹൈബ്രിഡ് എൻജിൻ തരുന്ന മൈലേജാണ് ഈ 2 ടണ്ണിലധികം ഭാരമുള്ള ഈ വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ് 19.28 km/ലിറ്ററാണ്. അത്തരം ചില കാര്യങ്ങൾ എപ്പോഴും നമ്മളെ ടൊയോട്ട ഞെട്ടിക്കാറുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ അങ്ങനെ നമ്മൾ ഞെട്ടാൻ തയ്യാറായിക്കൊള്ളുക. പിന്നെ സേഫ്റ്റിയിലേക്ക് പോകണമെങ്കിൽ 6 എയർ ബാഗുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, മുന്നിലും പിന്നിലും പാർക്കിംഗ് സെൻസേഴ്സ്, പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ അഡാസ്, റിവേഴ്സ് ക്യാമറ, 360 ക്യാമറ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു സേഫ്റ്റിയുടെ കാര്യത്തിലും പറയാവുന്നതാണ്. എന്തായാലും വെൽഫെയർ വേണമെങ്കിൽ നമുക്ക് പ്യുവർ EV മോഡിൽ വളരെ കുറച്ച് ദൂരമൊക്കെ ഓടിക്കാം. ആ സമയത്ത് ഒരു പൂർണ്ണമായും ഇലക്ട്രിക് വാഹനം ഓടിക്കുന്ന ഒരു ഫീലാണ് കിട്ടുക. ശബ്ദരഹിതമായിട്ട് ഓടിച്ചു പോകാം. അതിനുശേഷം ബാറ്ററി ചാർജ് തീരുമ്പോഴാണ് നമുക്ക് EV മോഡ് മാറ്റി ഇക്കോ മോഡിലേക്കോ ഏതെങ്കിലും മോഡിലേക്ക് മാറ്റാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ EV മോഡിലേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോൾ എഴുതി കാണിക്കുന്നു EV മോഡ് അൺഅവൈലബിൾ, ഹൈബ്രിഡ് ബാറ്ററി ലോ എന്ന്. അതായത് അധികം ഓടാത്ത വാഹനമായതുകൊണ്ട് ബാറ്ററി പവർ കുറവാണ്. അതുകൊണ്ടാണ് ഇത് EV മോഡിൽ, പ്യുവർലി EV മോഡിൽ ഓടാത്തത്. എന്തായാലും ഇത് ഓടിക്കുക എന്ന് പറയുന്നൊരു അനുഭവമാണ്, യാത്ര ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു അനുഭവമാണ്. പക്ഷേ ടൊയോട്ട കണ്ണിച്ചോരയില്ലാത്ത രീതിയിൽ വില കൂട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഒന്ന് വാങ്ങിച്ച് പോയതിനെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ജനറേഷൻ വെൽഫെയർ നിർത്തി ഇത് വന്നപ്പോൾ തന്നെ 23 ലക്ഷം രൂപ കൂടി. 23 ലക്ഷം രൂപ കൂടുന്നതിൻ്റെ കാര്യത്തിൽ കുറേ സാധനങ്ങൾ അഡീഷണൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും വല്ലാത്തൊരു കയറ്റമാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ വാഹനത്തിന് പകരം നിൽക്കാൻ മറ്റൊരു വാഹനമില്ല, ഈ വാഹനമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ മറ്റൊരു വാഹനവുമില്ല. അതുകൊണ്ട് നിങ്ങൾക്കിത് വാങ്ങിക്കണമെങ്കിൽ ഇത് തന്നെ വാങ്ങിക്കാനുള്ളൂ, വേറെ ഒരു ഓപ്ഷനുമില്ല. അതുകൊണ്ട് തന്നെ എക്കാലത്തും വെൽഫെയറിന് ആ തരത്തിലുള്ള ഒരു മുൻതൂക്കം തീർച്ചയായിട്ടും ഈ വാഹനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏതൊക്കെ വാഹനം ഉണ്ടെങ്കിലും വെൽഫെയർ ഉണ്ടെങ്കിൽ വെൽഫെയറിൽ യാത്ര ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യം. ആ രീതിയിൽ ഫീച്ചർ റിച്ചാണ്, ആ രീതിയിൽ ആഡംബര ഭരിതമാണ് വെൽഫെയർ. ഇപ്പോൾ പുതിയത് വന്നപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം വർധനവുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും ഈ വെൽഫെയർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ബാക്കിൽ ഇരുന്ന് ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ലിജിനാണിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പിന്നിലിരുന്ന് ആസ്വദിക്കുകയാണ്. ആസ്വദിക്കുക എന്ന് വെച്ചാൽ സത്യത്തിൽ ഇതിൽ നിന്ന് ഇറങ്ങാൻ തോന്നില്ല. ആ രീതിയിലുള്ള സസ്പെൻഷനും ആ രീതിയിലുള്ള ലക്ഷറിയും ആ രീതിയിലുള്ള സീറ്റിംഗ് പൊസിഷനും ഒക്കെയാണ്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, നമുക്ക് കാലൊക്കെ അങ്ങനെ ഉയർത്തി വെച്ച്, ഓട്ടോമാൻ സീറ്റാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ അങ്ങനെ ഉയർത്തി വെച്ച് വേണമെങ്കിൽ ഒരു ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ആ HDMI അതിലൊക്കെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, അതിനായിട്ട് നമ്മൾ ഈ ആംബ്രസ്റ്റ് അങ്ങോട്ട് തുറന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഈ ഫ്ലൈറ്റിൻ്റെയൊക്കെ വിൻഡോ സീറ്റ് ഇരിക്കുമ്പോൾ കിട്ടുന്ന പോലെയുള്ള ഇവിടെ ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യാം. ഇതിൽ ഒരു കണ്ണാടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സുന്ദരനായ ഞാൻ എൻ്റെ മുഖം വീണ്ടും ഈ കണ്ണാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്ക് അങ്ങനെ സുഖമായിട്ട് ഇനി ചെറിയ ഒരു കോഫിയൊക്കെ വേണമെങ്കിൽ അതുമൊക്കെ കുടിച്ച് പോകാം. കോഫി കുടിക്കുമ്പോൾ കുളിക്കരുത് കേട്ടോ ഇതിന്. എൻ്റെ കോഫി ഇവിടെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്ത് വേണം ഓടിക്കാൻ. അപ്പോൾ അതങ്ങനെ. ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്, അതിൽ വേണമെങ്കിൽ കോഫിയൊക്കെ വെച്ച് അതങ്ങനെ ചെയ്യാം. അപ്പോൾ ആ രീതിയിലുള്ള സീറ്റിംഗ് പൊസിഷനും ആ രീതിയിലുള്ള ആഡംബരങ്ങളൊക്കെ ആയിട്ട് ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ ജിമ്മിലേക്ക് കയറുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടും എന്നുള്ള വേറൊരു കാര്യം. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്കിപ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ടാബ്ലറ്റ് പോലുള്ള വളരെ ചെറിയൊരു മൊബൈൽ ഫോൺ എൻ്റെ വലിപ്പമുള്ള ഈ ഒരു സ്ക്രീൻ കയ്യിലെടുത്ത് ഇവിടുത്തെ അഡ്ജസ്റ്റ്മെൻറ്റെല്ലാം ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ സൺറൂഫ് ഉയർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായൊരു ഗുണമുണ്ട്, വെയിലൊക്കെ കൊണ്ടുപോകാം എന്നുള്ളത് മറ്റൊരു ഗുണം. പിന്നെ സൈഡിൽ ഒന്ന് വെയിലധികം വേണ്ടെങ്കിൽ ഈ സൺ ബ്ലൈൻഡ് അങ്ങനെ താഴ്ത്തി വയ്ക്കുന്നു. എന്നിട്ട് സീറ്റ് വീണ്ടും അപ്പോഴത്തേക്ക് എനിക്ക് ക്ഷീണം വരുമല്ലോ, അപ്പോൾ ഞാനിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടന്ന് യാത്ര ചെയ്യണം. ഇനി ഷൂട്ടൊന്നുമില്ല, എല്ലാം അവസാനിപ്പിച്ചോ ശ്യാമേ, എല്ലാം കഴിഞ്ഞു. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു സുഖം. അതായത് നമ്മളെ അലസന്മാരാക്കും എന്നുള്ള മറ്റൊരു കാര്യം കേട്ടോ. കാരണം ഈ നമ്മളിപ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ള ഇത്തരം വാഹനങ്ങൾ ഓടിക്കാൻ ആണ് എല്ലാവർക്കും താല്പര്യം. പക്ഷേ ഇത്തരം വാഹനങ്ങളുടെ ഈ സെക്കൻഡ് റോ സീറ്റിൻ്റെ ഈ ഒരു കംഫർട്ട് ലെവൽ കാരണം നമ്മളൊക്കെ അലസന്മാരായിട്ട് തീരും. അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാവരും വേണ്ട ജോലിയൊക്കെ ഇവിടെ നിന്ന് ചെയ്യണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ഞാൻ ഈ വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം. അതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. എന്തായാലും സെക്കൻഡ് റോ സീറ്റിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് നമ്പർ 1 ഇൻ ഇറ്റ്സ് ക്ലാസ്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഹൃദയം എന്ന് വിളിക്കാവുന്ന ഭാഗം. വളരെ ഭംഗിയായിട്ട് ചേർത്ത് വെച്ചിരിക്കുകയാണ് മുൻഭാഗത്ത്.
പക്ഷേ എങ്കിൽ പോലും മുൻഭാഗത്ത് നിങ്ങൾ കാണുന്ന പോലെ ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഇടിയുടെ ആഘാതമൊക്കെ ചെറുക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ഹൈബ്രിഡ് സെറ്റപ്പുള്ള എഞ്ചിൻ കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ വലിയ വിശാലമായ ബോണറ്റിൻ്റെ ഉള്ളിൽ കാണുന്ന വിശാലമായ എഞ്ചിനൊന്നും നമുക്ക് ഇതിനകത്ത് കാണാനില്ല. എല്ലാം ഭംഗിയായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നു. ഇതാണ് ജാപ്പനീസ് നിർമ്മാണ രീതിയായത്. അതായത് ഇൻറ്റീരിയറിൽ ഏറ്റവും അധികം സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ രീതിയുടെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ടൊയോട്ട വെൽഫെയറിൻ്റെ വിശേഷങ്ങൾ. ചില വാഹനങ്ങൾ നമ്മൾ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മളത് മനസ്സ് നിറഞ്ഞു പോകും. അങ്ങനെ ഇന്ന് സംഭവിച്ചൊരു വാഹനമാണ് ടൊയോട്ട വെൽഫെയർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ തരത്തിലും വളരെ എന്താ പറയുക ഹൃദയഹാരിയായ വാഹനം എന്നൊക്കെയാണ് വിളിക്കേണ്ടത്. അങ്ങേയറ്റം ഒഴുകി ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു വെൽവെറ്റ് പോലെയുള്ള എക്സ്റ്റീരിയറും ഗംഭീരമായ പൗഡഗംഭീരവും അതുപോലെ തന്നെ ലക്ഷറീസുമായ ഇൻറ്റീരിയറും വളരെ സ്മൂത്തായ ഒരു തൂവൽ സ്പർശം പോലെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഗംഭീരമായ എഞ്ചിനും എല്ലാം ചേർന്നൊരു തകർപ്പൻ വാഹനമാണ് വെൽഫെയർ. ഞാൻ പറഞ്ഞല്ലോ ഈ വാഹനത്തിന് ഇപ്പോൾ അങ്ങനെ ഒരു എതിരാളി പോലും ഇല്ലാത്ത അവസ്ഥയാണ്. വേണമെങ്കിൽ നമുക്ക് ഒരു തേർഡ് റോ സീറ്റുള്ള വാഹനങ്ങൾ, അതായത് BMW X7 ഒക്കെ പോലുള്ള വാഹനങ്ങൾ വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാം. പക്ഷേ BMW X7 നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഈ വാഹനം. ഇതിന് ഇന്ന ക്ലാസ് ഓഫ് ഇറ്റ്സ് ഓൺ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള വാഹനം എന്നാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1.5 കോടി രൂപയോളം പൈസയും ഉണ്ട്, എക്സിക്യൂട്ടീവ് ലോഞ്ച് പോലുള്ള ഒരു വാഹനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ടൊയോട്ട വെൽഫെയർ ബുക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ നല്ല ബുക്കിംഗ് കിട്ടിക്കഴിഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിടിച്ചുപറിയാണ് ഈ വാഹനത്തിന് എന്നുള്ളതാണ് മറ്റൊരു സത്യസന്ധമായ കാര്യം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതിൻ്റെ അമ്മാവനെന്നോ ചിറ്റപ്പനെന്നൊക്കെ ഞാൻ വിളിക്കുന്ന ലെക്സസിൻ്റെ LM പോലും കേരളത്തിൽ 20-ലധികം ബുക്കിംഗ് കിട്ടിക്കഴിഞ്ഞു. അത്രയധികം ജനശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ 2 വാഹനങ്ങളും. അപ്പോൾ ഓടിച്ച് നോക്കുക, ഇഷ്ടപ്പെടുന്നുള്ള സംശയമില്ല. പിന്നിലിരുന്ന് നോക്കുക, അതും ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് വൈജു എന്നാലും സൈൻ ഓഫ് ചെയ്യാണ്. പിന്നെ മറ്റൊരു കാര്യം കമൻറ്റ് ഓഫ് ദ വീക്കിൻ്റെ കാര്യമാണ്. കമൻറ്റ് ഓഫ് ദ വീക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ ഒരു കമൻറ്റ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അതിന് 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ സമ്മാനമായിട്ട് നൽകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വാഹനമില്ലാത്ത ആളാണ്, അങ്ങനെയാണെങ്കിൽ വാഹന സംബന്ധിയായ സമ്മാനം കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യുന്നൊന്നും വിചാരിക്കേണ്ട. ഇത് പൂർണ്ണമായും വാഹന സംബന്ധി അല്ലാത്ത സമ്മാനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഗൾഫിലൊക്കെ ഉള്ളവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ നാട്ടിലെ വീട്ടിലേക്ക് സമ്മാനം അയച്ചു തരുന്നതായിരിക്കും. നമ്മോടൊപ്പം ചേർന്ന് ഈ സമ്മാനം നിങ്ങൾക്ക് നൽകുന്ന റോഡ്മേറ്റ് എന്ന ആപ്പാണ്. വാഹന സംബന്ധിയായ എല്ലാ കാര്യങ്ങളും ഒരു ആപ്പിൽ ഒതുക്കിയിരിക്കുന്ന ആപ്പാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ റോഡ്മേറ്റ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും വാഹന സംബന്ധിയായ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരാപ്പിൽ പരിഹരിച്ച് കിട്ടും. അപ്പോൾ വേഗം തന്നെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എങ്ങനെയുള്ളതുമാകാം, പോസിറ്റീവായ വിമർശനമാകാം, അല്ലെങ്കിൽ വളരെ നെഗറ്റീവായ കമൻറ്റ് ചെയ്യരുത് കേട്ടോ, മനസ്സിന് വിഷമം തോന്നുന്നത്. അതുകൊണ്ടാണ്. പിന്നെ എന്തായാലും സർഗാത്മകമായ കമൻറ്റുകൾ ചെയ്യാം, തമാശകളാകാം, എന്തുമാകാം. ഏറ്റവും മികച്ച കമൻറ്റിനാണ് സമ്മാനം നൽകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും പുതിയ വെൽഫെയറിൻ്റെ വിശേഷങ്ങളും കമൻറ്റ് ഓഫ് ദ വീക്കിൻ്റെ വിശേഷങ്ങളും. വീഡിയോ ഉണ്ട് എല്ലാവർക്കും ബൈജു നായർ സാറിൻ്റെ അഭിവാദ്യങ്ങൾ. നന്ദി.